അപ്പൊ നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്. ഏകദേശം 10 മണിയായി. പക്ഷെ കോടയും കാര്യങ്ങളൊന്നും ഒട്ടും കുറയില്ല. അപ്പോൾ നമുക്ക് പരസ്പരം ദൂരത്തൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. അപ്പൊ ഞങ്ങൾ പിന്നെ വെക്കേറ്റ് ചെയ്തിപ്പോ 2-3 സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഈവനിങ് ഒരു 4 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് റിട്ടേൺ അടിക്കും. അപ്പോൾ നമുക്ക് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാം. അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ നീച്ചയെ തൊട്ട് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ വിചാരിച്ചു മഞ്ഞ് വീഴുന്നതായിരിക്കും നിൽക്കുന്നത്. പക്ഷെ 10 മണി 10:30 ആയിട്ടും മഞ്ഞിനൊരു കുറവ്, ഈ മഴയ്ക്കൊരു കുറവില്ല. കണ്ടോ അങ്ങനെ വെള്ളം. നമുക്ക് വണ്ടി വരെ പോകണമെങ്കിൽ കൂടി ഞങ്ങൾ നനഞ്ഞു പോകും. അപ്പോൾ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിന്നെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് രാവിലെ 10-11 മണി വരെ ഇങ്ങനെ തന്നെ നിൽക്കുക എന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഏകദേശം പണി കിട്ടി. ഇന്നിപ്പോൾ ഒന്നും നടക്കില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞങ്ങൾ മഴ കാര്യമാക്കാതെ ഞങ്ങളൊന്ന് ഇറങ്ങി വിടുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് സ്റ്റേ ചെയ്ത് ഞങ്ങളിതാക്കുകയാണ്. പിന്നെ ഇറങ്ങാൻ നേരത്തെ ഇഷമോള് പറഞ്ഞു മറ്റേ ഒരു റീൽ എടുക്കണം എന്നുള്ളത്. പിന്നെ അവൾ റീലൊക്കെ എടുത്തു. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയത് ആളാകെ ക്ഷീണിച്ചു. ബാക്കി റീലൊന്നും എടുത്തില്ല, കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പം ഞങ്ങൾ റൂം കീ അവരുടെ കയ്യിൽ കൊടുത്തു. റൂം ക്ലോസ് ചെയ്തിട്ട് കീ കൊടുത്തിട്ട് അപ്പം ഞങ്ങളങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങണ വരെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ കാർ എത്തുമ്പോഴേക്ക് ഏകദേശം ഞങ്ങൾ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലഗേജും കാര്യം ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു കേട്ടോ ഈ റിസോർട്ട്. അതുകൊണ്ടാണ് ഇത്രയും വ്യൂവും കാര്യങ്ങളും. കണ്ടോ ഇത്രയും താഴെ ഞങ്ങൾക്ക് എത്തണം. ഞങ്ങൾ കുറച്ച് ഇറങ്ങി വന്നിട്ടാണ് ഈ ഒരു ഇത്. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. അങ്ങനെ ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റി. ഞങ്ങൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കയറി നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല മഴ ഉണ്ടായിരുന്നു ഫുൾ. പിന്നെ ഈ മഞ്ഞ് കാരണം ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. ഒരു ഡ്രൈവർ പറഞ്ഞു നമുക്ക് തൊട്ടപ്പായിട്ടൊന്നും കയറാൻ പറ്റില്ല, അവിടെ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും, ഫോഗായി നമുക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ആകെ ടെൻഷനായി. പിന്നെ നമ്മൾ കർണാടക പാർക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കർണാടക പാർക്കിലേക്ക് പോയി. അവിടെ പോയപ്പോൾ ഏകദേശം ആ സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു ഇഷ്ടം പോലെ നടക്കാനും ഉണ്ട് കാണാനും ഉണ്ടായിരുന്നു. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലം മൊത്തം കവർ ചെയ്ത് അറ്റത്ത് നട്ട് നമുക്ക് റിട്ടേൺ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റിട്ടേൺ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ വേഗം ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോയി. ഞങ്ങൾ ഉള്ളിൽ കയറുന്നില്ല, ജസ്റ്റ് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി, ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇത്ര നേരം ഇപ്പോൾ ഒരുപാട് കർണാടക പാർക്ക് അവിടെയൊക്കെ ചോക്ലേറ്റ് ആയാലും എല്ലാ സാധനത്തിനും ഭയങ്കര റേറ്റ് ആയിരുന്നു. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്ത് നല്ല റേറ്റ് കുറവ് ഉണ്ടായിരുന്നു. ബാഗിനായാലും ചോക്ലേറ്റിനായാലും ഒക്കെ നല്ല റേറ്റ് കുറവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്നാണ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഷമോളെ ചെരുപ്പ് കാണാണ്ടായിരുന്നില്ല, ഷൂ കളഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ഒരു ഷൂ മേടിച്ചു കൊടുത്തു, അവർക്കൊരു ചെരുപ്പ് മേടിച്ചു കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ച് പർച്ചേസൊക്കെ ചെയ്തിട്ട് അവിടുന്ന് റിട്ടേൺ അടിച്ചു. ഉച്ചയ്ക്ക് ഫുഡും അവിടുന്ന് കഴിച്ചത്. എന്നിട്ട് ഞങ്ങൾ റിട്ടേൺ അടിച്ചു. എവിടെയും കാണാൻ പറ്റിയില്ല. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് വേസ്റ്റ് ആയിരുന്നു, എവിടെയും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഒന്നാമത് ഈ മഞ്ഞായിരുന്നു കണ്ട, നമുക്ക് അടുത്ത് പോകുമ്പോൾ മാത്രം വണ്ടികൾ കാണാനുള്ളൂ, ഇത്രയും മഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേറെ സ്ഥലങ്ങൾക്കൊന്നും പോയില്ല. ഞങ്ങൾ വേഗം അവിടുന്ന് റിട്ടേൺ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് വേസ്റ്റ് ആയിരുന്നു. പർച്ചേസ് മാത്രം ചെയ്തിട്ട് ഞങ്ങൾ വരികയാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഒന്നും എവിടെയും കാണാൻ പറ്റി. ഞങ്ങൾ കുറച്ച് ഹിൽ സ്റ്റേഷൻ ഇറങ്ങിയതും പിന്നെ മഞ്ഞും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് എവിടെയും കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.